Hey all, welcome back to my channel. അപ്പോൾ ഇന്ന് തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഹൗ ഐ ട്രാൻസ്ഫോം മൈ സ്കിൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ, ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റ് പ്രോസസ്സ് ഒന്നുമല്ല. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഓവർനൈറ്റ് റിസൾട്ട് തരുന്ന ഒരു പ്രോസസ്സേ അല്ല. ഇതൊരു റിച്വലായിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ എൻ്റെ സ്കിന്ന് +2 കോളേജ് ടൈമിലൊക്കെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ആക്നെ പ്രോൺ സ്കിന്നായിരുന്നു. ഈ 2 വർഷത്തും നല്ല രീതിയിൽ പിമ്പിൾസൊക്കെ വന്ന് അതിൻ്റെ മാർക്സും, അതായത് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഭാഗം കവിള് 2 നന്നായിട്ട് കറുത്തിരിക്കുമായിരുന്നു. കാരണം അതെങ്ങനെയെന്ന് വെച്ചാൽ പിമ്പിൾസ് വന്നിട്ട്, അതായത് 1-2 പിമ്പിൾസ് ഒന്നുമല്ല, ഭയങ്കര രീതിയിൽ പിമ്പിൾസ് വന്ന് നല്ല രീതിയിൽ ഇവിടെ ഡാർക്ക് ആയിട്ടിരിക്കുമായിരുന്നു. ആൻഡ് നല്ല രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റഡ് ആണ്. പിന്നെ സൺ ടാൻ അതും ഒത്തിരി ഉണ്ടായിരുന്നു, കാരണം ഞാൻ ആ ടൈം സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ടൈമിൽ ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 68 kgs ഓഫ് വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ടൈമിലാണ് വെയിറ്റ് കുറയ്ക്കുന്നത്, ഓൾമോസ്റ്റ് ഒരു 48 kg വെയിറ്റ് കുറയ്ക്കുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ സ്കിന്നിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ കണ്ടു തുടങ്ങി. ഭയങ്കര രീതിയിലുള്ള ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും ബട്ട് അത്യാവശ്യം എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഡിഫറൻസ് വന്നു തുടങ്ങി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ സ്കിൻ കെയറിലോട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബട്ട് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ റെഫർ ചെയ്ത് ഒരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനും പിന്നെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫേസ് വാഷ് ആൻഡ് ആഫ്റ്റർ മോയ്സ്ചറൈസർ പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമായിരുന്നു. നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ അത് ഇതുപോലെ തന്നെ ഫേസ് വാഷ് ദെൻ ഒരു മോയ്സ്ചറൈസർ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2-3 മന്ത്സോളം ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു ടൈമിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. ഈവൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ ടാൻ ഒക്കെ കുറയാൻ തുടങ്ങി, അല്ലെങ്കിൽ ടാൻ വരുന്നതൊക്കെ കുറയാൻ തുടങ്ങി. സ്കിന്ന് കുറച്ച് ലൈറ്റിനൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു കുറേ നാൾ കണ്ടിന്യൂ ചെയ്തത്. പിന്നെയാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറിലോട്ട് വൈറ്റമിൻ സി സിറം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും അതായിരുന്നു ഗെയിം ചേഞ്ചറായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലായിരുന്നു ഈ പറയുന്ന വൈറ്റമിൻ സി സിറം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് മോർണിംഗ് ഈ സിറംസ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല, കാരണം സൺ എക്സ്പോഷർ ഉള്ളതുകൊണ്ട്. അപ്പം എൻ്റെ നൈറ്റ് സ്കിൻ കെയർ എങ്ങനെയെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യും, ദെൻ ഒരു ടോണർ അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ടോണേഴ്സ് ഒരുപാട് മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. റോസ് വാട്ടർ വേണമെങ്കിലും ടോണറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ സിറം അപ്ലൈ ചെയ്യും, വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യും, ദെൻ അതിന് മുകളിലായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഭയങ്കര രീതിയിലുള്ള ഡിഫറൻസ് വരാൻ തുടങ്ങിയത്. അതായത് എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഭയങ്കര രീതിയിൽ ഫെയ്ഡ് ആകാൻ തുടങ്ങി. ഞാൻ യൂസ് ചെയ്തത് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സിറമാണ്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് ഒരുപാട് പേർക്കൊന്നും വർക്കായിട്ടില്ലെന്നും, ബട്ട് എനിക്കെന്തോ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിറം തന്നെയാണ്, വൈറ്റമിൻ സി സിറം, ഈ സെയിം ബ്രാൻഡ് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്തത് ആൽഫ ആർബൂട്ടിൻ സിറമാണ് യൂസ് ചെയ്തത്. അതെനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ കുറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പം പിഗ്മെന്റേഷൻ അങ്ങനെ ഇല്ല, അത്രയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതും ഞാൻ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒരു ദിവസം നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ വൈറ്റമിൻ സി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം ഈ ആൽഫ ആർബൂട്ടിനായിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പുതിയ ഈ സിറംസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാതെ അത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ടോളറൻസ് ലെവൽ എത്രയാണെന്ന് അറിയത്തില്ല. കാരണം ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്കിന്നിന് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കിന്നിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ടൈം കൊടുത്തിട്ട് വൺസ് ഇൻ എ വീക്ക്, ട്വൈസ് ഇൻ എ വീക്ക് അങ്ങനെ വേണം പുതിയൊരു സിറം അങ്ങനെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നിന്. സോ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം എന്തെങ്കിലും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ എല്ലാവരുടെ സ്കിന്നും ഡിഫറെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ഒരാൾക്ക് യൂസ് ചെയ്യുന്ന ആ സെയിം പ്രോഡക്റ്റ് നമ്മൾ വേറൊരാൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് അയാൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല. സോ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ
എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്കിന്നിലെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനാണ്. അത് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ യങ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് അതൊക്കെ കുറയും, നല്ല ഗ്ലോ വരും. അത് ശരിക്കും ഈ ഷുഗർ കട്ട് ചെയ്താൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. കാരണം ഷുഗറും കൂടെ കട്ട് ചെയ്ത് ഓയിലി ആയിട്ടുള്ള ഫുഡും അതേപോലെ ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കിന്ന്, നല്ലൊരു ഹെൽത്തി സ്കിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. ശരിക്കും ഷുഗർ കട്ടിങ് ആയിരുന്നു എൻ്റെ സ്കിൻ കെയറിൽ ഏറ്റവും ഭയങ്കര രീതിയിലുള്ളൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. സോ നിങ്ങളും സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ലൈഫ് ടൈം പ്രോസസ്സാണ്. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ഒരിക്കലും നിർത്തരുത്. കാരണം ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫ്. കാരണം നമ്മുടെ ബോഡി, നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അത് എത്രത്തോളം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. സോ സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തവർ എന്തായാലും സ്റ്റാർട്ട് ചെയ്തോ. പിന്നെ ഈ പറയുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കുറച്ചുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ, ഓയിലി ഫുഡൊക്കെ കട്ട് ചെയ്ത് ഷുഗറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ അച്ചീവ് ചെയ്യാം. ഇങ്ങനെയാണ് എൻ്റെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് വന്നത്. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടും കാണാം. ബൈ.